CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിക്ക് രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിയുടെ നിലപാടുകളും പെരുമാറ്റവും ജനവിരോധത്തിന് കാരണമായെന്നും ഭരണവിരുദ്ധ വികാരം മനസ്സിലാക്കുന്നതിൽ പാർട്ടിയും സർക്കാരും പരാജയപ്പെട്ടെന്നും വിമർശനം. മന്ത്രി VN വാസവൻ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് എന്നിവരും ജില്ലാ സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്തു. ഇന്ന് നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യുമെന്ന സൂചന. വിവരങ്ങൾ നൽകാൻ നിതിൻ തോമസ് ചേരുന്നുണ്ട്. നിതിൻ, എന്തെല്ലാം വിമർശനങ്ങളാണ് ഉയർന്നത്? ഇന്നലെ നടന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലൊരു രൂക്ഷ വിമർശനം ഉണ്ടായത്. രേഷ്മ, ഇന്നലെയായിരുന്നു പത്തനംതിട്ട ജില്ലയുടെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് നടന്നത്. മുഖ്യമന്ത്രിയുടെ നിലപാടുകളും പെരുമാറ്റവും ജനവിരോധത്തിന് കാരണമായി എന്നാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം മനസ്സിലാക്കുന്നതിൽ പാർട്ടിയും സർക്കാരും പരാജയപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണവും ഇത്തരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പെൻഷൻ കുടിശ്ശിക വന്നത്, അതുപോലെ തന്നെ നവകേരള സദസ്സിന്റെ സംഘാടനത്തിൽ ഉണ്ടായ പണപ്പിരിവ് സംബന്ധിച്ച കണക്കുകളിൽ വ്യക്തതയില്ലാതെ പോയതും പാർട്ടിക്ക് ഒരു ക്ഷീണമായി എന്നുള്ള തരത്തിലാണ് ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒരു വിമർശനം ഉയർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി യോഗം റിപ്പോർട്ട് ചെയ്യാൻ ചേർന്ന ഇന്നലെ ചേർന്ന യോഗത്തിലാണ് ഇത്തരത്തിൽ വിമർശനം ഉണ്ടായത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തോൽവി, അത് പത്തനംതിട്ടയിൽ ന്യൂനപക്ഷ മേഖലകളിൽ വോട്ട് പ്രതീക്ഷിച്ചതിലും വളരെയധികം കുറഞ്ഞു പോയി എന്നുള്ള തരത്തിലും ഒരു വിമർശനം ഉയർന്നു. അതുപോലെ തന്നെയാണ് ഈ മുഖ്യമന്ത്രിയുടെ നിലപാടുകളും പെരുമാറ്റവും ജനവിരോധത്തിന് കാരണമായി എന്നും അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്ക് എതിരെയും ഒരു CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുകയാണ്. മന്ത്രി VN വാസവൻ, അതുപോലെ തന്നെ CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ തോമസ് ഐസക് എന്നിവരും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇന്നലെ നടന്ന യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതുപോലെ ഇന്ന് നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നുമാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. രേഷ്മ.